ഇല്ല തമിഴില് പറയടാ. പേசுறா തമിഴ്. തമിഴ് പേசுறா മുട്ടാളാ. ഞങ്ങൾ ഇന്ന് സിനിമ കാണാൻ പോകണം. മഞ്ഞുമൽ ബോയ്സ്. അടിപൊളിയാ. പറയാൻ പറ്റില്ല. ഞങ്ങൾ മഞ്ഞുമൽ ബോയ്സ് കാണാൻ കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ പൊന്മണി ഉൻവീടിൽ സൗഖ്യമാണെങ്കിൽ സൗഖ്യമേ. ഹലോ ഗായ്സ്, അപ്പം ഇന്ന് മൺഡേ ആണ്. എനിക്ക് നാളെ മലയാളം എക്സാം ആണ്. അത് കാരണം ഞാൻ നേരത്തെ രാവിലെ തന്നെ ഇപ്പോൾ തൊട്ട് എണീക്കാറുണ്ട്. എക്സാം ആയ കാരണം പിന്നെ എക്സാം വരെ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ രാവിലെ ഇങ്ങനെ നേരത്തെ എണീക്കാൻ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ വിശപ്പൊക്കെ വരും. അത് കാരണം ഞാൻ റെസ്റ്റ് കഴിക്കുകയാണ്. സാരാംശം കൂടി മക്കൾ അറിഞ്ഞിരിക്കണം. അത് കവി തന്നെയാണ്, കവിയുടെ കവിതകൾ തന്നെയാണ്. അതിനുശേഷം ഒരു 8 മണിയായപ്പോൾ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇഡ്ഡലിയാണ് ഗായ്സ്. ഇന്നലത്തെ ഇഡ്ഡലി പക്ഷെ അത് ആവി കയറ്റിയതാട്ടോ. ചാറൊന്നുണ്ടാക്കി. ചാറ് തീരും. ചാറാണുള്ള തീയണം പഠിക്കായിരുന്നു. രാവിലെ തന്നെ പഠിക്കായിരുന്നു. ഇഡ്ഡലി കഴിച്ചു. പിന്നെ കഴിച്ചിട്ടുണ്ടെങ്കിൽ മുടി കെട്ടണം, പിന്നെ തല ഈരണം എന്ന് ആഗ്രഹമുണ്ട്. പെയിനുണ്ടെന്നൊക്കെ മമ്മ പറഞ്ഞു. വെറുതെ പറയണത് ഇല്ല. എൻ്റെ തലയിൽ അങ്ങനത്തെ സാധനം. അപ്പം എല്ലാ അമ്മമാരുടെ പറച്ചിലാണ്. അവരുടെ തലയിൽ 2 ബാനം കിട്ടി കഴിഞ്ഞാൽ അപ്പം പറയും മക്കളുടെ തലയിൽ നിന്നാണ്. കാരണം കൂടെ കിടക്കണമെന്നാണല്ലോ. അപ്പം അങ്ങനെ വന്നാൽ പറയും. അപ്പം ഞങ്ങളുടെ തലയിൽ നിന്ന് എവിടെ നിന്ന് വന്നേ? എവിടെ നിന്ന് നിങ്ങളുടെ തലയിൽ നിന്ന്? ആ സ്കൂളിൽ ഇരിക്കുമ്പോ ഇങ്ങനെ പാലിട്ടിട്ട് ഇങ്ങനെ നടന്നു വരും. അല്ലാതെ പിന്നെ ഇവിടെ കുരു. നിങ്ങളുടെ അമ്മമാരിങ്ങനെ പറയാറുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. ഇവിടെ ഇന്നും ഇങ്ങനെ പറയും. എന്നിട്ടും ഇപ്പൊ തല ഇരുമ്പോ ഞാൻ അങ്ങനെ വന്നു അപ്പൊ പറയും നിന്റെ തലേ തോന്നുന്നതാണ്. എന്നെ തമിഴ് കേട്ടിട്ട് കുറെ പേര് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന്. എന്നാ തമിഴിൽ 2 ഡയലോഗ് പറഞ്ഞേ. വേണ്ട, എന്തെങ്കിലും. ഞാൻ സാപ്പിട്ടേ ഇരിക്കേ. അച്ചു നീ സാപ്പിട്ടയാ? അച്ചു അച്ചു ഗൈസ് പൊട്ടനാണെന്ന് വിചാരിക്കരുത്. അച്ചു നീ സാപ്പിട്ടയാ? ഇല്ല തമിഴില് പറയടാ. പേசுறா തമിഴ്. തമിഴ് പേசுறா മുട്ടാളാ. തമിഴ് പേസ് പൈറ്റക്കാര പയ്യ. ഗൈസ് அங்க மொத்தம் அப்படி வர்த்தாங்க. சோ அவங்க தமிழ் இஸ் வெரி பேட். ஏன் தமிழ் தான் സൂപ്പർ. ഇതിന്റെ എക്സ്പയറി ഡേറ്റ് നാളെ തീരുന്നതായിരിക്കും. അത് കാരണം ഞങ്ങൾ ഇന്ന് മയോണൈസ് കൂട്ടി അലക്കാമെന്ന് വിചാരിച്ചു. കരിയണു ഗൈസ്. നമ്മൾ സോയാബീൻ ഷവർമ ഉണ്ടാക്കാൻ പോവുകയാണ്. അത് നമ്മൾ സോയാബീൻ എടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് മയോണൈസ് വെച്ച് കൊടുക്കണം. ഇതിന്റെ എന്താ യു നോ ദിസ് ഈസ് വെരി. ഇനി നമുക്ക് സോസ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിന് മിക്സ് ആക്കാം. ആൽഫിയുടെ ചിക്കൻ ഇരിക്കുന്നുണ്ട് ഇതിനകത്ത്. ചൂടാക്കി കഴിച്ചോടാ. വേണേ പറഞ്ഞോട്ടോ. നല്ല ഇത് പോയതല്ലേ. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഇന്ന് സിനിമ കാണാൻ പോകണം. മഞ്ഞുമൽ ബോയ്സ്. ഹലോ. സോയാബീൻ ഷവർമ. ഓടി ഞാൻ അത് ഉദ്ദേശിച്ചതാ. നീ സംശയം തോന്നാൻ വെച്ചിട്ട് ഞാൻ നിനക്ക് പറഞ്ഞു. പക്ഷെ നമ്മള് ചിക്കനിലും സോയാബീൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പൊ ഇന്നലെ ആൽഫിക്ക് ചിക്കൻ ആൽഫിണ്ടല്ലോ. അപ്പൊ അവൻ അവന്റെ ചിക്കൻ ചൂട് വയ്ക്കില്ല. അടിപൊളിയാ. പറയാൻ പറ്റില്ല. അത് നീ കുക്ക് ചെയ്ത് കൊടുക്കണേന് നിനക്ക് എന്തെങ്കിലും കൈക്കൂലി ഒരു കടി തരാന്ന് പറഞ്ഞാ അങ്ങനെ വരുള്ളൂ. തീർച്ചയാണ്.
പിന്നെ ഗൈസ് ഗാനത്തിൽ ഞങ്ങൾ മഞ്ഞുമൽ ബോയ്സ് ബുക്ക് ചെയ്തിട്ടുണ്ട് മൂവി. അപ്പോൾ അത് കാണാൻ പോകണം. അതുവരെ കുറച്ചൊക്കെ ഇരുന്ന് പഠിക്കണം. പിന്നെ ഞാൻ വിചാരിച്ചു എക്സാം കഴിഞ്ഞിട്ട് പോകാമെന്ന്. പക്ഷേ എക്സാം കഴിയുമ്പോഴത്തേക്കും ആ സിനിമയൊക്കെ പോകുമ്പോൾ തിയേറ്ററിൽ നിന്നൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് വിഷമവും. അത് കാരണം ഞങ്ങൾ വിചാരിച്ചു ഇപ്പം തന്നെ പോയി കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് പോയി കാണണം. അപ്പോൾ ഇങ്ങനെ പഠിക്കണം. അപ്പോൾ തൃശ്ശൂർ ഗാനത്തിലാണ് കാണാൻ പോകുന്നത്. ഗാനം എന്ന് പറയുമ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ പിന്നെ ഗൈസ് ഇവിടെ ഒരു കുഴി വന്നു ഗൈസ്. വേദന ഉണ്ട് അത്? ആ പിന്നെ അല്ലാണ്ട് അവിടെ നല്ല വേദന ഉണ്ടാവും. എന്താ നീ മറ്റേ മഞ്ഞൾ റോസ് വാട്ടർ മിക്സ് ചെയ്തതാക്കി. അപ്പം ഞാൻ പഠിക്കട്ടെ. ഇത് മുമ്പ് എഴുതിയതാണ് മുമ്പ് എഴുതി തന്നിരിക്കുന്ന കുറിപ്പുകളാണ് ഗൈസ് ഓരോ പാടത്തിൻ്റെയും. പക്ഷെ ശരി പഠിച്ചിട്ട് ഇനി പിന്നെ കാണാം. ഗൈസ് അപ്പം ഞങ്ങൾ മഞ്ഞുമൽ ബോയ്സ് കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓട്ടോറിക്ഷയിലാണ് പോണത്. ഇവിടെ അടുത്ത് ഗാനത്തിലാണ്. അപ്പോൾ നമ്മൾ പോവുകയാണ്. ഞാനുണ്ട്, മമ്മയുണ്ട്, അച്ഛനുണ്ട്. പോപ്കോൺ മേടിക്കാൻ 2 പോപ്കോൺ മേടിക്കാൻ. ഇത്ര കാശുള്ള കൊറേ ഇല്ല. പറഞ്ഞിട്ട് ബാക്കി പൈസ തരാം. ഇതിന് ബാക്കി പൈസ തരാന്ന് പറഞ്ഞു. ഇതാണ് കേട്ടോ നമ്മുടെ ഗാനം. ഞങ്ങള് കറക്റ്റ് ടൈമിന് ഇവിടെ എത്തിയേക്കണത്. തുടങ്ങിയിട്ടില്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതിന്റെ രുചി ഇഷ്ടപ്പെടില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും പിന്നെ എന്ത് ഞങ്ങൾക്ക് പരിഹാരം? ഗം പ്രോബ്ലംസിന് ഇതിലെ 18 ഔഷധങ്ങൾ സ്വോലൻ ഗംസ്, ബ്ലീഡിംഗ് ഗംസ് തുടങ്ങിയ പ്രശ്നങ്ങൾ. ഇതൊരു പേസ്റ്റ് ആണ്, സിനിമ ടിക്കറ്റ് അല്ല. നമസ്കാരം. ആ നോക്കല്ലേ അജയനല്ലേ നാളെ വോട്ട് കുത്തുകയാണല്ലേ. നമസ്കാരം. പതയും ഇഷ്ടപ്പെട്ടേക്കില്ല. പാടാം. പ്രേമം രണ്ടും നല്ലതന്നെ. അത് വേറൊരു ഇത് വേറെ കരഞ്ഞിട്ട് കണ്ട ഇതൊക്കെ നനഞ്ഞു. ഇവള് കരഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞിരുന്ന് പേടിച്ച് പഠിച്ചിരിക്കായിരുന്നു. നല്ല അടിപൊളി പടമായിരുന്നു. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം. നല്ലതായിട്ട് എഡിറ്റ് കിട്ടുള്ളൂ. എന്റെ മമ്മ വാങ്ങിച്ചു തന്നതാണ് ഗൈസ്. അപ്പൊ ഇതേക്കണ്ട നമ്മൾക്ക് അതങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് സമയം സെറ്റാക്കി വെക്കണമെന്നല്ലേ. ഓ അങ്ങനെ കുഞ്ഞാറ്റയ്ക്ക് വാച്ചായി. എത്ര മണിയായി കുഞ്ഞാറ്റെ? എത്ര മണിയായി? ഇത് മണി മണി പറയ് എത്ര മണിയാന്ന്? 34. എന്നിട്ട് 34 മണിയാ? എത്തിട്ട് തരും. വായ അടച്ചു വെച്ച് കിടന്നുറങ്ങി. എടീ